സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്ന് 2 വർഷത്തിനിടെ 9779 ഭാരതീയരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായി കേന്ദ്ര സർക്കാർ. യുദ്ധമുഖത്ത് നിന്ന് ഭാരതീയരെ ഒഴിപ്പിച്ച ഓപ്പറേഷൻ കാവേരി മുതൽ ഓപ്പറേഷൻ സിന്ധു വരെയുള്ള ദൗത്യങ്ങൾക്കായി 91 കോടി രൂപ ചെലവഴിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചു. തിരികെ എത്തുന്നവർക്ക് യാത്രയും ഭക്ഷണവും താമസവും സൗജന്യമായാണ് ലഭ്യമാക്കിയതെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രേഖാമൂലം മറുപടി നൽകി. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങൾ നൽകാൻ പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, സംഘർഷഭരിതമായ വിവിധ രാജ്യങ്ങൾ അവിടെ നിന്ന് 2 വർഷത്തിനിടെ 9779 ഭാരതീയരെയാണ് സുരക്ഷിതമായി നാട്ടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചിട്ടുള്ളത്, അല്ലേ? നിഖിൽ, 9779 പേർ അത് ഭാരതീയരാണ്. അവരെയാണ് കഴിഞ്ഞ 2023 മുതൽ 2025 വരെയുള്ള ദൗത്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്ന്, യുദ്ധം നടന്നിരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയത്. അതിനൊപ്പം 100 കണക്കിന് വിദേശികളെയും ഓവർസീസ് ഇന്ത്യൻ കാർഡുകളുള്ള ആളുകളെയും തിരിച്ചെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ പറയുന്ന രീതിയിൽ പാർലമെന്റിൽ നൽകിയിട്ടുള്ള, ലോക്സഭയിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ നടന്ന ദൗത്യത്തിൻ്റെ ഒരു വലിയ കണക്കാണ് കാണിക്കുന്നത്. കാരണം 5 വർഷത്തിനിടയിൽ ഈ പറയുന്ന 2 വർഷത്തിനിടയിൽ മാത്രം ഇത്രയധികം ആളുകളെ എത്തിച്ചു എന്ന് പറയുമ്പോൾ, വിദേശത്ത് ഇത്തരം യുദ്ധമുഖങ്ങളിൽ, യുദ്ധ സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ സ്വന്തം പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ രാഷ്ട്രം കാണിക്കുന്ന ഒരു കരുതൽ, ഒരു ഇടപെടൽ, ഒരു ആത്മാർത്ഥത കൂടിയാണ് അതിൽ വ്യക്തമാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, മറ്റു പല രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും അവിടെ കുടുങ്ങിപ്പോകുമ്പോൾ അവരെ കൃത്യസമയത്ത് ഈ രീതിയിൽ ഇവാക്യുവേറ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാരതം എപ്പോഴും അവരുടെ ഭാരതത്തിൻ്റെ പൗരന്മാരെ കൃത്യമായി തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ പറയുന്നത്. ഇനി നമ്മൾ ഓരോ ദൗത്യങ്ങളിലേക്ക് വരുമ്പോൾ 2023 ഓപ്പറേഷൻ കാവേരി മുതലുള്ള കണക്കുകളാണ് ഇപ്പോൾ ഈ ഒരു പാർലമെന്റ് ലോക്സഭയിലെ ഒരു ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് മുൻപുള്ള കണക്കുകൾ ഈ കൂട്ടത്തിലില്ല എന്നുകൂടി നമ്മൾ വ്യക്തമായി പറയേണ്ടതുണ്ട്. 2023 സുഡാനിൽ നടന്ന ഓപ്പറേഷൻ കാവേരിയിൽ നിന്ന് 4097 പേരെയാണ് ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. ഒപ്പം തന്നെ 136 വിദേശികളെയും ഈ കൂട്ടത്തിൽ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. പിന്നീട് അവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുകയാണ്. ഈ ദൗത്യത്തിന് വേണ്ടി മാത്രം കേന്ദ്രം ചെലവഴിച്ചത് 45.63 കോടി രൂപയാണ്. അതിനുശേഷം 2023 തന്നെ ഇസ്രായേലിൽ നിന്ന് ഓപ്പറേഷൻ അജയ്യുടെ ഭാഗമായി 1343 ഭാരതീയ പൗരന്മാരെയും 14 OCA കാർഡുള്ള ആളുകളെയും ഒപ്പം തന്നെ 20 വിദേശികളെയും തിരിച്ചെത്തിച്ചു. അങ്ങനെ അതിന് 16.87 കോടി. പിന്നീട് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിൽ നിന്ന് ആളുകളെ തിരിച്ചെത്തിച്ചു. അതിനുശേഷം സിറിയയിൽ നിന്നും ആളുകളെ തിരിച്ചെത്തിച്ചിരുന്നു. ഏറ്റവും അവസാനമായി, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്നുള്ളത് ഓപ്പറേഷൻ സിന്ധുവാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ആളുകളെ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്ന് 3597 ഭാരതീയരെയും 14 OCA കാർഡുകാരെയും 14 വിദേശികളെയും ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചു. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിന്ന് 818 ഭാരതീയരെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ട്. അങ്ങനെ അതിനുവേണ്ടി 27.68 കോടി രൂപയും ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. ആ ദൗത്യം തീർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റ് നൽകിയിട്ടുള്ള ഈ കണക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന 9777 പേരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഭാരതം ഏതാണ്ട് 91 കോടിയിലധികം രൂപ ഈ പറയുന്ന ദൗത്യങ്ങളിൽ മാത്രമായി ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് മുൻപെങ്കും ഇല്ലാത്ത വിധം ഭാരത പൗരന്മാരെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനൊരു കൃത്യമായ നടപടിക്രമം, ഒരു സംവിധാനം കൂടി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളിലെയും യുദ്ധസമാനമായ സാഹചര്യമുള്ള, സംഘർഷ സാഹചര്യങ്ങളുള്ള, ആഭ്യന്തര കലാപങ്ങളുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും അവിടെയുള്ള ഭാരത പൗരന്മാരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അത് റിയൽ ടൈം അപ്ഡേറ്റായി, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അവസ്ഥ എന്തെന്നുള്ളത് കൃത്യമായി വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനം ഇപ്പോൾ ഭാരതത്തിൻ്റെ എംബസികളിലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മറ്റ് ഓഫീസുകളിലുമുണ്ട്. അതോടൊപ്പം തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സംവിധാനമുണ്ട്. വിവിധ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന കമ്പനികളുമായിട്ടുള്ള സഹകരണമുണ്ട്. ഒപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി, മുന്നറിയിപ്പുകൾ നൽകുന്നതിന്, അപകട സാഹചര്യങ്ങളിൽ പെട്ടെന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് മെസ്സേജുകളായും വാട്സപ്പ് സന്ദേശങ്ങളായും ഇമെയിലുകളായും ഒക്കെ, ഫോൺ കോളുകളായും ഒക്കെ ഇത്തരം ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരിച്ചെത്തിച്ച ആളുകളുടെ കാര്യം പറയുമ്പോൾ അവരുടെ യാത്ര, ഭക്ഷണം, അവരുടെ താമസം, ഇതെല്ലാം സൗജന്യമായി ഭാരതം തന്നെയാണ് ഒരുക്കി നൽകിയത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം മറ്റു പല രാജ്യങ്ങളും പലപ്പോഴും ഇത്തരം ഇവാക്യുവേഷനുകളിൽ പരാജയപ്പെട്ടു പോകുമ്പോഴാണ് ഭാരതം കൃത്യമായി തങ്ങളുടെ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രിയും ഒക്കെ കാണിക്കുന്ന ഒരു ഇടപെടൽ അത് കൃത്യമായി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നേരത്തെ ഈ പല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ, ഇപ്പോൾ ISന്റെ സ്വാധീന പ്രദേശങ്ങളിൽ നിന്ന് പോലും മറ്റു രാജ്യങ്ങൾക്ക് ആർക്കും പൗരന്മാരെ രക്ഷിക്കാൻ കഴിയാത്ത സമയത്ത് പോലും സ്വന്തം പൗരന്മാരെ തിരിച്ചെത്തിച്ച
സ്വീകരിച്ച ചരിത്രം ഭാരതത്തിനുണ്ട്. സമാനമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും രാജ്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കാം. ഇതിലേറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഒരു ഭാരതീയ പൗരനും എവിടെ പോയാലും ഏത് വിദേശ രാജ്യത്താണെങ്കിലും ശരി, എത്രയധികം അപകടകരമായ സാഹചര്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ശരി, യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ തുടരാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ നിന്ന് തങ്ങളെ തിരിച്ച് തങ്ങളുടെ രാഷ്ട്രത്തിലേക്ക് എത്തിക്കാൻ ഒരു ഭരണകൂടവും ഒരു സംവിധാനവും അതിന് സജ്ജമായി നിൽപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൂടിയാണ് ഓരോ ഭാരതീയനും ഈ കണക്കുകളും നൽകുന്നത്. നിഖില.